മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഇന്ന് ഈ പുതിയ പ്രഭാതത്തിൽ ഒരിക്കലും അസ്തമിക്കാത്ത കർത്താവിൻ്റെ സ്നേഹവും അവസാനിക്കാത്ത കർത്താവിൻ്റെ കരുണയും ആവോളം സ്വന്തമാക്കുവാൻ ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും പ്രഭാത വിരുന്നിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ശുശ്രൂഷയുടെ പ്രത്യേക മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ വഴി നടത്തണമേ. ഇതാ കർത്താവിൻ്റെ ദാസ്യത്തിൻ്റെ വചനം പോലെ എന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങിയ ആ അമ്മയുടെ മനോഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നിമിഷവും ഉണ്ടായിരിക്കട്ടെ. ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാനും സംസാരിക്കുവാനും കാഴ്ചപ്പാടുകളെ വിലയിരുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ വീഴ്ചയുള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. നമ്മുടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കുടുംബങ്ങളുടെ വിശുദ്ധീകരണം പ്രത്യേകമായി നിയോഗമായി വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കുടുംബങ്ങളുണ്ടാകുവാനും ദൈവാരൂപിയിൽ നിറഞ്ഞു വളരുന്ന കുടുംബങ്ങൾ ധാരാളമായി നമ്മുടെ സഭയിലുണ്ടാകുവാനും പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കുടുംബങ്ങളുടെ വിശുദ്ധീകരണമാണല്ലോ ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്നത്. വിശുദ്ധമായ കുടുംബജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആ വിളി സ്വീകരിച്ച് ജീവിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ദൈവ സാന്നിധ്യത്തിൻ്റെയും പരിപാലനയുടെയും കരങ്ങൾ വിരിഞ്ഞ് വിലസേണ്ട ഈ ആധുനിക കുടുംബങ്ങളിൽ ദമ്പതികൾക്കുണ്ടായിരിക്കേണ്ട മനോഭാവങ്ങൾ എന്തൊക്കെയായിരിക്കണം? ഒരു നല്ല കുടുംബം രൂപപ്പെടുന്നതിന് ആ കുടുംബങ്ങളിലെ ദമ്പതികൾക്കുണ്ടായിരിക്കേണ്ട മനോഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് ദൈവതിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. ഓരോ കുടുംബത്തെപ്പറ്റിയും ദൈവത്തിന് പ്രത്യേകമായ പ്ലാനും പദ്ധതിയുമുണ്ട്. ആദിയിൽ തന്നെ ദൈവം കുടുംബങ്ങളെ സൃഷ്ടിച്ചു, അതിനെ വിശുദ്ധീകരിച്ചു, അനുഗ്രഹിച്ച് ഉയർത്തി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ അനുഗ്രഹീതമായി തന്നെ മുൻപോട്ട് പോകുവാൻ ആ കുടുംബജീവിതം നയിക്കുന്നവർ അതിന് പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഒരു കുടുംബജീവിതത്തിൽ ഭാര്യ എങ്ങനെയായിരിക്കണം, ഭർത്താവ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ദൈവത്തിന് കൃത്യമായ പ്ലാനുകളും പദ്ധതികളുമുണ്ട്. ദൈവഹിതം ആരാഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധമായ കുടുംബജീവിതം നയിക്കുവാൻ, ദാമ്പത്യ ജീവിതം നയിക്കുവാൻ അതിൽ ഓരോരുത്തർക്കും കടമയുമുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 31-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കുവാൻ ആർക്ക് കഴിയും? അവൾ രത്നങ്ങളെക്കാൾ അമൂല്യയത്രേ. വചനം പറയുകയാണ്, ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കുവാൻ ആർക്ക് കഴിയും?
അവർ രത്നങ്ങളെക്കാൾ അമൂല്യയാണ്. ദൈവാശ്രയബോധമുള്ള ഭാര്യയെ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവന് അതൊരു അമൂല്യമായ നിധിയാണ് എന്ന് വചനം പഠിപ്പിക്കുകയാണ്. വിശുദ്ധമായ ദാമ്പത്യ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വിശുദ്ധി ആഗ്രഹിക്കുന്ന, വിശുദ്ധിയിൽ നിലനിൽക്കുന്ന ദമ്പതികളായി തീരുക എന്നുള്ളത്. പ്രഭാഷകൻ്റെ പുസ്തകം 26-ാം അധ്യായം 3-ാം വാക്യം വീണ്ടും പറയുന്നുണ്ട്, ഉത്തമയായ ഭാര്യ മഹത്തായ ഒരു അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ. പ്രാർത്ഥിച്ചൊരുങ്ങി കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ജീവിതത്തിലേക്ക് കടക്കുന്നവർക്ക് ദൈവം നൽകുന്ന ദാനമാണ് ഉത്തമയായ ഭാര്യ എന്ന് വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക്, ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നവർ കൃത്യമായിട്ട് പ്രാർത്ഥനയുടെ പിൻബലത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് ആ ജീവിതത്തിലേക്ക് കടക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് കിട്ടുന്നതാണ് വിശുദ്ധിയായ ഭാര്യ അല്ലെങ്കിൽ ജീവിത പങ്കാളി എന്ന് പറയുന്നത്. ജീവിതത്തിന് നവമായ രുചി അനുദിനം പകരുന്ന ആസ്വാദിത ഉത്തമ ഭാര്യയുടെ കൈമുതലാണ്. ഉത്തമയായ ഒരു ഭാര്യയുടെ ജീവിത ക്രമം എന്ന് പറയുന്നത് എപ്പോഴും കുടുംബത്തിൽ സന്തോഷം വിളമ്പുന്നവളായിരിക്കണം. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവളായിരിക്കണം. ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായാലും കുടുംബത്തിൽ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാനായിട്ട്, അതിനെ വേണ്ട രീതിയിൽ മാറ്റിമറിക്കുവാനായിട്ട് അവൾക്ക് സാധിക്കണം. നമ്മളൊക്കെ നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന ഒരു മനോഭാവമുള്ളവളായിരിക്കരുത് ഒരിക്കലും ഉത്തമയായ ഒരു ഭാര്യ. ഭർത്താവിൻ്റെ വിജയങ്ങൾക്ക് പ്രേരക ശക്തിയായും അവൻ്റെ ജീവിതത്തിന് കിരീടമായും ഉത്തമയായ ഭാര്യ വർത്തിക്കുമെന്നാണ് വചനം പറയുന്നത്. ഭർത്താവിൻ്റെ വിജയങ്ങൾക്ക് പ്രേരക ശക്തി, നമ്മളൊക്കെ പറയാറുണ്ട് ഏതൊരു ഭർത്താവിൻ്റെയും ജീവിത വിജയത്തിന് മുമ്പിൽ ഒരു സ്ത്രീയുടെ കരങ്ങൾ ഉണ്ടായിരിക്കുമെന്ന്. അതുതന്നെയാണ് വചനവും ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അവൾ എക്കാലവും അവൻ്റെ അഭിമാനത്തിന് നിദാനമായിരിക്കും. അവൻ്റെ ജീവിതത്തിൽ എല്ലാ വളർച്ചയ്ക്കും ഉത്തമയായ ഒരു ഭാര്യ, ദൈവാശ്രയ ബോധമുള്ള ഒരു ഭാര്യ, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു ഭാര്യ തീർച്ചയായും അവൻ്റെ ഭർത്താവിൻ്റെ എല്ലാ ജീവിതത്തിലെ എല്ലാ ഉയർച്ചകൾക്കും നിദാനമായിരിക്കും, പിൻബലമായിരിക്കും. അതേസമയം ദൈവാശ്രയ ബോധമില്ലാത്ത, ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത, ദൈവത്തെ അറിയാൻ താല്പര്യപ്പെടാത്ത ഒരു വ്യക്തിയാണ് ജീവിതത്തിലേക്ക് കടക്കുന്നതെങ്കിൽ, ഒരു ജീവിത പങ്കാളിയാണ് ഒരുവന് കിട്ടുന്നതെങ്കിൽ തീർച്ചയായും അപകടത്തിലേക്ക് പോകുമെന്നാണ് വചനം പറയുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഉത്തമയായ ഭാര്യ ഭർത്താവിൻ്റെ കിരീടമാണ്, അപമാനം വരുത്തി വയ്ക്കുന്നവൾ അവൻ്റെ അസ്ഥികളിലെ അർബുദവുമാണെന്ന് വചനം വ്യക്തമായിട്ട് പറയുന്നു. ഉത്തമയായ ഭാര്യ, ദൈവഭക്തിയുള്ള ഒരു സ്ത്രീ ഒരു ഭർത്താവിൻ്റെ ജീവിതത്തിലെ അഭിമാനമാണ്, അല്ലെങ്കിൽ അവൻ്റെ കിരീടമാണ്. അതുപോലെ തന്നെ അവനെ അപകീർത്തി വരുത്തുന്ന, ദൈവാശ്രയബോധമില്ലാത്ത, ദൈവത്തെ സ്നേഹിക്കുവാൻ ഇഷ്ടപ്പെടാത്ത, ദൈവകൽപ്പനകൾ പാലിക്കുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു യുവതി അല്ലെങ്കിൽ ഒരു ഭാര്യ ആ ഒരു ഭർത്താവിൻ്റെ ജീവിതത്തിലെ അവൻ്റെ അസ്ഥികളിലെ അർബുദമായിരിക്കുമെന്നും വചനം മുന്നറിയിപ്പ് നൽകുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായും ഭയമുണ്ടാകും, അല്ലെങ്കിൽ അസ്വസ്ഥതയുണ്ടാകും. അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ എങ്ങനെ നല്ലൊരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കും, എങ്ങനെയൊരു നല്ല ദാമ്പത്യ ജീവിതം സ്വർഗോന്മുഖമായി നയിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതിന് വചനം നൽകുന്ന വ്യാഖ്യാനങ്ങളാണിതൊക്കെ. ജീവിതകാലം മുഴുവൻ തന്നെ ജീവിത പങ്കാളിയുടെ നന്മകളെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും അവന് നന്മ വരുവാൻ അക്ഷീണം പ്രയത്നിക്കുകയും നടത്തുന്നവളായിരിക്കും ഉത്തമയായ ഭാര്യ. എപ്പോഴും ഭർത്താവിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച്, ഭർത്താവിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവൻ്റെ പോരായ്മകൾ മാത്രം കണ്ടെത്തുന്നവളായിരിക്കരുത് ഒരു ഭാര്യ എന്ന് പറയുന്നത്. എപ്പോഴും അവൻ്റെ നന്മകൾ കണ്ടെത്തുവാനും അവനെ പ്രോത്സാഹിപ്പിക്കുവാനും നല്ല കാര്യങ്ങൾ പറയുവാനും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാനും ഒക്കെ കഴിവുള്ളവളായിരിക്കണം ഒരു ഭാര്യ എന്ന് പറയുന്നതെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഓരോ ജീവിത പങ്കാളിക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. കുടുംബം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം, കുടുംബജീവിതം എങ്ങനെ മുമ്പോട്ട് നയിക്കണമെന്നുള്ളതൊക്കെയുള്ള, അല്ലെങ്കിൽ വിശുദ്ധമായ കുടുംബജീവിതം നയിക്കുന്നതിന് ഓരോരുത്തർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുവാനുണ്ട്. നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ദൈവാശ്രയ ബോധമുള്ളവരായിരിക്കണം, ഏതൊരു പ്രതിസന്ധിയിലും ദൈവത്തെ കൂട്ടുപിടിക്കുന്നവരായിരിക്കണം. പലപ്പോഴും നമ്മൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ പല കുടുംബങ്ങളിലും പരസ്പരം പോരടിക്കുകയും പരസ്പരം കുറ്റപ്പെടുത്തുകയും പരസ്പരം പഴിചാരുകയും ചെയ്യുന്ന മനോഭാവമാണെങ്കിൽ അവിടെ പടർന്നു പിടിക്കുന്നത് തിന്മയുടെ സ്വാധീനമാണ്. തിന്മയാണ് അവിടെ ആധിപത്യം ഉറപ്പിക്കുന്നത്.
അവിടെ ഭയം ആധിപത്യം ഉറപ്പിക്കുന്നു, അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആധിപത്യം ഉറപ്പിക്കുന്നു, അവിടെ വെളിച്ചം കെട്ടുപോകുന്നു. ഈ രീതിയിലുള്ളൊരു അവസ്ഥ നമ്മുടെ കുടുംബങ്ങൾ ഉണ്ടാകരുത് എന്ന് തമ്പുരാൻ ആഗ്രഹിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 31-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, അവൾ ആജീവനാന്തം ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല. ഉത്തമയായ ഭാര്യയുടെ വലിയൊരു ലക്ഷണമാണ് ആജീവനാന്തം എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും അവൾ ഭർത്താവിന് നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്യുന്നില്ല, ഭർത്താവിന് തിന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഉത്തമയായ ഭാര്യയുടെ മറ്റൊരു ലക്ഷണം. എപ്പോഴും നന്മ വരുവാനായിട്ട്, പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട്, കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ പോലും അത് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു, നന്മ ചെയ്യുന്നു, നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ ഒരു മനോഭാവമാണ് എങ്കിൽ അവൾ ഉത്തമയായ ഭാര്യയാണെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. പത്രോസിന് 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. പത്രോസ് ശ്ലീഹാവ് ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അവനെ അനുസരിച്ചിരുന്നു, പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ചിരുന്നു. ഒരു ഭാര്യ എന്ന നിലയിൽ വളരെ ബഹുമാനത്തോടു കൂടി അവൾ സാറ അബ്രാഹത്തെ അനുസരിച്ചിരുന്നു എന്ന് വചനം പറയുന്നു. നിങ്ങളും അതുപോലെ തന്നെ തിന്മയൊന്നും ചെയ്യാതെ നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങളും ആ സാറായുടെ പിൻതലമുറക്കാരായിട്ട് അറിയപ്പെടും. അതിനുള്ള അവകാശം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യുവതികളെ അല്ലെങ്കിൽ ഭാര്യമാരെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഈ വചനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം, എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ ഭർത്താവിനോട്, ജീവിത പങ്കാളിയോടുള്ള എൻ്റെ മനോഭാവം ഏത് രീതിയിലാണ്? പ്രത്യേകിച്ച് ഒരു ഭാര്യ എന്ന നിലയിൽ എൻ്റെ ജീവിതം ഏത് രീതിയിലുള്ളതാണ്? ഭർത്താവിനെ അനുസരിക്കുവാനായിട്ട്, ബഹുമാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ പ്രാർത്ഥനയുടെ ഉത്തരം കണ്ടെത്തുവാനായിട്ട് ജീവിത പങ്കാളിയെ പഴിചാരിയും കുറ്റം പറഞ്ഞും പരിഹസിച്ചും പ്രശ്നങ്ങളെ നേരിടുന്നതിന് പകരം പ്രാർത്ഥനയിലൂടെ അതിന് പരിഹാരം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ജീവിത അവസ്ഥകളെ തിരുത്തുവാനാണ് തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതിരാവിലെ ഉണർന്ന കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണമൊരുക്കുകയും ഭർത്താവിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുകയും ചെയ്യുന്നവളിൽ സംതൃപ്തി അടയുന്ന അവളാണ് ഉത്തമ ഭാര്യ. ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങളാണ് വചനം പഠിപ്പിക്കുന്നത്. അതിരാവിലെ ഉണർന്ന് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനായിട്ട് ഭാര്യയ്ക്ക് കടമയുണ്ട്. അവിടെയാണ് ദൈവാനുരൂപി നിറഞ്ഞു നിൽക്കുന്ന കുടുംബം ഉണ്ടാകുന്നത്. എപ്പോഴും സ്നേഹത്തോടു കൂടി സേവനം ചെയ്യുവാൻ, കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, തങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അഹോരാത്രം പരാതികളും പരിഭവങ്ങളുമില്ലാതെ പണിയെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ അധ്വാനിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവളൊരു ഉത്തമയായ ഭാര്യ തന്നെയാണ്. അവൾ കുടുംബത്തിനൊരു അനുഗ്രഹമാണ്. നമ്മുടെ കുടുംബത്തിലും അങ്ങനെ അനുഗ്രഹമായി തീരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 31-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. പുലർച്ചയ്ക്ക് മുമ്പേ ഉണർന്ന കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണമൊരുക്കുകയും പരിചാരകന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. അവൾ നല്ല നിലം നോക്കി വാങ്ങുന്നു. സ്വന്തം സമ്പത്ത് കൊണ്ട് അവൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു. അവൾ അരമുറുക്കി കൈച്ചുറുക്കോടെ ജോലി ചെയ്യുന്നു. തൻ്റെ വ്യാപാരം ലാഭകരമാണോ എന്ന് അവൾ പരിശോധിച്ചറിയുന്നു. രാത്രിയിൽ അവളുടെ വിളക്ക് അണയുന്നില്ല. ഉത്തമയായ ഭാര്യയുടെ ലക്ഷണമാണ്. ഈ രീതിയിൽ അധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടേതുമായ ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാനായിട്ട്, ഉത്തരവാദിത്വപൂർണ്ണമുള്ളൊരു കുടുംബം കെട്ടിപ്പടുക്കുവാനായിട്ട് ജീവിത പങ്കാളിക്ക്, പ്രത്യേകിച്ചും ഭാര്യ എന്ന നിലയിൽ ഓരോരുത്തർക്കും പ്രത്യേകമായ ഉത്തരവാദിത്വം, കടമയുണ്ട്. നമുക്ക് ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ച് നോക്കാം. ഏത് രീതിയിലുള്ള മനോഭാവമാണ് എനിക്ക് ഉള്ളത്? ഒരു ഉത്തമയായ ഭാര്യ എന്ന നിലയിൽ എൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിർവഹിക്കുന്നുണ്ടോ? പ്രാർത്ഥനയോടുകൂടിയും പ്രശ്നങ്ങളെ നേരിടുവാനും ദൈവാശ്രയ ബോധത്തിൽ ഉറച്ചു നിൽക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ടോ? അതോ പലപ്പോഴും പരസ്പരം കുറ്റപ്പെടുത്തിയും പോരടിച്ചും പഴി പറഞ്ഞുമാണോ എൻ്റെ ജീവിതം ഞാൻ മുമ്പോട്ട് നയിക്കുന്നത്? കുടുംബങ്ങൾ അനുഗ്രഹീതമായി തീരുവാൻ, ഭൂമിയിലെ സ്വർഗമായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ ചെറുപതിപ്പാണ് കുടുംബങ്ങളെന്ന് പറയുക. ആ കുടുംബം നരകമാകാതായി തീരുവാനായിട്ട്, പ്രശ്നങ്ങളുടെ ഈറ്റില്ലമായി തീരാതിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായ കുടുംബജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ
മക്കളാം ഞങ്ങളെല്ലാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വക ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ത്രിത്വൈക കൂട്ടായ്മയിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ വളർത്തണമേ. ആ സ്നേഹ അരൂപിയിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ നയിക്കണമേ. ഒരിക്കലും പ്രശ്നങ്ങളുടെ മധ്യേ പരസ്പരം പഴിചാരാതിരിക്കുവാനും പരസ്പരം ബഹളമുണ്ടാക്കാതിരിക്കുവാനും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രശ്നങ്ങളെ വഷളാക്കാതിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഏത് പ്രശ്നങ്ങളെയും കൂട്ടായ്മയോടെ നേരിടുവാനായിട്ടും ഏത് തിന്മയുടെ സ്വാധീനങ്ങളെയും കൂട്ടായ്മയോടെ നേരിടുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുടുംബജീവിതത്തിന് മധ്യസ്ഥയായ പരിശുദ്ധ അമ്മേ, തിരുകുടുംബത്തെ അങ്ങ് കാത്തു പരിപാലിച്ചതുപോലെ നസ്രത്തിലെ തിരുകുടുംബത്തെ അങ്ങ് സ്നേഹത്തിൻ്റെ അരൂപിയിൽ വളർത്തിയതുപോലെ കൈപിടിച്ച് നടത്തിയതുപോലെ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും അങ്ങ് പ്രത്യേകമായി കൈപിടിച്ച് നടത്തണമേ. ദിവസ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. തിരുകുടുംബത്തിൻ്റെ കാവൽക്കാരനായ അങ്ങ് ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും പ്രത്യേകമായി പരിപാലിക്കുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യണമേ. കുടുംബങ്ങളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ദൈവഹിതമനുസരിച്ച് വചനത്തിൻ്റെ പിൻബലത്തോടെ അവയെല്ലാം നേരിടുവാനും അവയെല്ലാം അതിജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. നിങ്ങൾ ദൈവഹിതമനുസരിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരും ദൈവഹിതം അന്വേഷിക്കുവാനും ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല വിശുദ്ധരെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവക മധ്യസ്ഥരായ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ സകല വിശുദ്ധരെ ഞങ്ങളെ പ്രത്യേകമാംവിധം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. സകല മാലാഖമാരെ, പ്രത്യേകമായിട്ട് കാവൽ മാലാഖമാരെ, ഞങ്ങളെ ഓരോരുത്തരെയും അനുദിനം വഴി നടത്തി സ്വർഗീയ പാതയിൽ ഇടർച്ചകളും തളർച്ചകളും ഉണ്ടാകാതെ മുമ്പോട്ട് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ദൈവഹിതത്തിന് ചേർന്നവരായി ജീവിക്കുവാനും ദൈവഹിതം അന്വേഷിക്കുന്നവരാകുവാനും ദൈവം തരുന്ന ഓരോ നിർദ്ദേശങ്ങളും അതിൻ്റെതായ രീതിയിൽ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അത് ജീവിതത്തിൽ കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കാരുണ്യനാഥനേ, ദിവ്യസ്നേഹസ്വരൂപനേ, ദിവ്യാത്മാവിൻ ചൈതന്യമേ, ദിവ്യസ്നേഹം നീ നിറയ്ക്കണേ. ദിവ്യകാരുണ്യനാഥനേ, സ്നേഹമൂർത്തേ, കരുണാവാരിതേ, സ്നേഹമൂർത്തേ, കരുണാവാരിതേ, സ്നേഹമൂർത്തേ, കരുണാവാരിതേ, തവ മുഖമടിയനു ശരണം. ദിവ്യകാരുണ്യമേ, തവ മുഖമടിയനു ശരണം.
ദിവ്യകാരുണ്യമേ. ക്ഷമാരൂപനേ കരുണാവാരിതേ, ക്ഷമാരൂപനേ കരുണാവാരിതേ, ക്ഷമാരൂപനേ കരുണാവാരിതേ, തവ പദമടിയനു ശരണം. ദിവ്യകാരുണ്യമേ തവ പദമടിയനു ശരണം. ദിവ്യകാരുണ്യമേ. എന്നുമെന്നും മർത്യരോടൊപ്പമാകാൻ, എന്നുമെന്നും മർത്യരോടൊപ്പമാകാൻ, എന്നുമെന്നും മർത്യരോടൊപ്പമാകാൻ, ദിവ്യകാരുണ്യമാ വസിച്ചവനെ, എന്നും ദിവ്യകാരുണ്യമായി വസിച്ചവനെ, ഉള്ളിൽ വസിപ്പവനേ. ദിവ്യകാരുണ്യനാഥനേ, ദിവ്യസ്നേഹസ്വരൂപനേ, ദിവ്യാത്മാവിൻ ചൈതന്യമേ, ദിവ്യസ്നേഹം നീ നിറയ്ക്കണേ. ദിവ്യകാരുണ്യനാഥനേ. നമുക്ക് സഭയുടെ ആശീർവാദം സ്വീകരിക്കാം. മാർപ്പാപ്പായോടും കർദിനാളന്മാരോടും മെത്രാപ്പൊലീത്താമാരോടും മെത്രാന്മാരോടും സകല വൈദിക കൂട്ടായ്മയോടും സന്യാസിനി കൂട്ടായ്മയോടും പ്രത്യേകമായിട്ട് ഇന്ന് ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന സകല ദിവ്യവിളികളുടെ യോഗ്യതകളോട് ചേർത്ത് വെച്ച് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളെ ഹൃദയപൂർവ്വം ആശീർവദിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിയം കൂടാരങ്ങളിരുന്ന് നമുക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മയും നമുക്കും പങ്കുചേരാം. സാധിക്കുമ്പോഴെല്ലാം അവർക്ക് വേണ്ടി ഒരു ജപമാലയെങ്കിലും ചൊല്ലി അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മ ശക്തിപ്പെടുത്തുകയും ചെയ്യാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.